എന്റെ മനസ്സിൽ ഒരു വിഷവും ഇല്ല. അല്ലെങ്കിൽ നീ നാട്ടുകാരോട് ചോദിച്ചു നോക്ക. അമ്മായി എനിക്ക് നിങ്ങൾ മനസ്സിലാകുന്നില്ല. എടാ ഇറക്കാ, നിന്റെ കണ്ണടിച്ചു പോയോ? ഇത് ഞാനാടാ, അപ്പുറത്തെ വീട്ടിലെ അമ്മായി. അതല്ല അമ്മായി, അമ്മയുടെ ലോജിക്കാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ ആ ചേട്ടൻ കാരണമാണ് അവര് പ്രേമിച്ച് കല്യാണം കഴിച്ചതെങ്കിൽ ആ ചേട്ടനെയും മോളെയും മരുമോനെയും വെറുക്കണം. അതല്ലെങ്കിൽ ആ ചേട്ടനോടും മോളോടും മരുമോനോടും രമ്യതപ്പെടണം. അതല്ലേ അതിന്റെ ശരി. ഇപ്പൊ ആ ചേട്ടൻ ചെയ്ത് തെറ്റാണെങ്കിൽ അമ്മയുടെ മോളും മരുമോനും ചെയ്ത് തെറ്റല്ലേ? ചിന്നമ്മ പറഞ്ഞ എന്തായാലും കല്യാണം കഴിഞ്ഞു, ഇനി മോളെ മരുമോനെ വീട്ടിൽ കയറ്റിക്കോളാം. ഞാൻ അതേ ചെയ്തോളൂ. പിന്നെ നീ ഇത് ഒരുമാതിരി ഉടക്ക് ചോദ്യം ചോദിച്ചാൽ എന്നെ കൺഫ്യൂഷൻ ആക്കല്ലേ. അതല്ല അമ്മായി, ഞാനത് ലളിതമായി പറഞ്ഞുതരാം. ഞാൻ ചോദിക്കുന്നതിന് അമ്മ ഉത്തരം പറ. നീ പറ. അമ്മായിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടം ആരെയാ? എന്റെ പേരമക്കളെ. അമ്മായുടെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നോക്കണതാരാ? അതെന്റെ മോളോ. അപ്പൊ അമ്മായും അമ്മായുടെ മോളും മരുമോനും പേരക്കുട്ടികളെല്ലാം സന്തോഷത്തോടെയല്ലേ ജീവിക്കണേ? അതെ. ഇനി ഞാൻ പറയുന്നതിന് ശ്രദ്ധിച്ച് കേൾക്കണം. നീ പറ. അമ്മായിയുടെ പേരക്കുട്ടികൾക്കും മോൾക്കും അമ്മായിക്ക് ചെലവിനായിരുന്ന ആരാ? എന്റെ മരുമോൻ. മരുമോൻ നല്ലവനായത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ചെലവിന് തരുന്നത്? അവൻ നല്ലവനാ, മിടുക്കനാ. അപ്പൊ ഇതുപോലൊരു മിടുക്കനായി മരുമോനെ കിട്ടാൻ ആരാ കാരണം? അതിവനാ. അപ്പൊ ഇതുപോലെ മിടുക്കനായ ഒരു മരുമോനെ കിട്ടാൻ കാരണക്കാരനായ ആ ചേട്ടനെ പ്രാകാതെ സ്നേഹിക്കല്ലേ വേണ്ടേ? അത് പറ്റില്ല. അവനെ കണ്ടാ ഞാൻ പ്രാകും. അമ്മായി വന്നേ. എന്നാടാ? അമ്മാവനകത്തുണ്ടാ? ഇല്ല, അതേ പ്ലാവെ കയറി ചക്ക ഇടുന്നത് കണ്ടില്ലേ? ഇവിടെ ഉണ്ടായിരുന്ന എവിടെന്ന് കിട്ടിയോ തോലത്തിൽ ഉണ്ടാക്ക പെണ്ണുമുള്ളനെ.